ഇംതിയാസ് കരീം ചേരുന്നുണ്ട്. ഇംതിയാസ്, എംടിയോടുള്ള അദ്ദേഹത്തിന്റെ സ്നേഹമാണ് ഈ ശില്പത്തിലൂടെ നമ്മളിപ്പോൾ കാണുന്നത്. പറയൂ. ഈ സാഹിത്യ ലോകത്തിന് എംടി നൽകിയ സംഭാവനകളെല്ലാം അത്രയും വിലമതിക്കുന്നതാണ് എന്ന് നമുക്ക് പറയാതിരിക്കാനാവില്ലല്ലോ. അത്രയധികം എംടി അറിഞ്ഞവർ, എംടിയെ വായിച്ചവരെല്ലാം തന്നെ അദ്ദേഹം മരിച്ച സമയത്ത് അദ്ദേഹത്തെ ഒരു നോക്ക് കാണാൻ അത്രയും ആഗ്രഹിച്ചവരായിരിക്കാം. അതിൽ പലരും എംടിയെ വന്ന് കണ്ടു, എംടിയോടൊപ്പമുള്ള മുൻപെടുത്ത ഫോട്ടോകൾ പലരും പങ്കുവെച്ചു. ആ തരത്തിൽ വിവിധ രീതിയിലാണ് പലരും ആദരാഞ്ജലികളെല്ലാം എംടിക്ക് വേണ്ടി അർപ്പിച്ചിട്ടുള്ളത്. ഇപ്പോൾ കോഴിക്കോട് അത്തോളി സ്വദേശിയായിട്ടുള്ള ശ്രീജിത്ത് എന്ന് പറയുന്ന ഈ മനുഷ്യൻ, അദ്ദേഹത്തിന് അറിയാവുന്നത് ഇത്തരത്തിലുള്ള കളിമണ്ണ് കൊണ്ടുള്ള കരവിരുതാണ്. എംടി മരിച്ച ദിവസം അദ്ദേഹം ഈ അത്രയും പണിപ്പെട്ടുകൊണ്ട് എംടിയുടെ ഒരു രൂപമുണ്ടാക്കുന്നു. അതിന് നല്ല പെയിന്റും കളറും നല്ല രീതിയിലുള്ള കളറൊക്കെ നൽകിക്കൊണ്ട് മനോഹരമാക്കി തീർത്തു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഏകദേശം 6 മണിക്കൂറോളം സമയമെടുത്താണ് ഈ കരവിരുത്, എംടിയുടെ രൂപം അദ്ദേഹം ഉണ്ടാക്കിയെടുത്തത്. നേരത്തെ പ്രമുഖരായ നിരവധി മനുഷ്യർ ഇത്തരത്തിൽ മരിച്ചപ്പോൾ ശ്രീജിത്ത് ഇങ്ങനെ കളിമണ്ണ് കൊണ്ട് അവരുടെ എല്ലാം രൂപമുണ്ടാക്കിയിരുന്നു. അതെല്ലാം അദ്ദേഹം ഇഷ്ടപ്പെടുന്ന ആളുകളെയെല്ലാം ഉണ്ടാക്കിക്കൊണ്ട് അദ്ദേഹം തൻ്റെ വീട്ടിൽ അതെല്ലാം സൂക്ഷിച്ചിട്ടുമുണ്ട്. ഏറ്റവും ഒടുവിലായി എംടിയെയും ഇത്തരത്തിൽ കളിമണ്ണ് കൊണ്ടുണ്ടാക്കി അദ്ദേഹത്തിന് അത്രയും ഇഷ്ടമുള്ള ഒരാളെ വീട്ടിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ആ തരത്തിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എംടിയെ വായിച്ചവരും എംടി അറിഞ്ഞവരുമെല്ലാം ഇത്തരത്തിൽ ആദരാഞ്ജലികൾ നേരുന്നവരാണ് എന്ന് തന്നെ നിസ്സംശയം പറയാം. അതിൽപ്പെട്ട ഒരാളാണ് ഈ ശ്രീജിത്തും.